നമസ്കാരം. നെൽവയലുകൾ നമ്മുടെ നാട്ടിൽ സംരക്ഷിത പ്രദേശങ്ങളാണ്. നെൽവയലുകൾ മാത്രമല്ല, തണ്ണീർത്തടങ്ങളും സംരക്ഷിത പ്രദേശമാണ്. അതിൻ്റെ ജൈവികമായ ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നത് കുറ്റമാണ്. ഇത് സംരക്ഷിത വനം പോലെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അവിടേക്ക് അതിക്രമിച്ചു കടന്ന് നിയമത്തിൽ കുറ്റമായി നിർവചിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കും. നിയമപ്രശ്നങ്ങൾ മൊത്തം 7 വിധത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അല്പം ജാഗ്രത വേണം. ഈ 7 വിധ നിയമപ്രശ്നങ്ങളെ ചെറുതായി ഒന്ന് പരിചയപ്പെടാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. നമ്മൾ അനുമതി കൂടാതെ ഒരു പാടം നികത്തുകയാണ്. അപ്പോൾ അത് കാണുന്നവർ ഫോൺ എടുത്ത് വില്ലേജ് ഓഫീസർക്കും കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലേക്കും ഓരോ സന്ദേശങ്ങൾ അയക്കും. അല്ലെങ്കിൽ അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റിൽ നിന്നുള്ള സന്ദേശം വളരെ പെട്ടെന്ന് വില്ലേജ് ഓഫീസർക്കും പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറും. വില്ലേജ് ഓഫീസർ ഉടൻ അത് പ്രാദേശിക നിരീക്ഷണ സമിതിയെ അറിയിക്കും. സ്ഥലത്തെ കർഷകരും പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസർമാരുമെല്ലാം അടങ്ങുന്ന ഒരു സമിതിയാണ് പ്രാദേശിക നിരീക്ഷണ സമിതി. ഇവരെല്ലാം നമ്മുടെ പാടത്തേക്ക് പാഞ്ഞെത്തും. അപ്പോൾ ആകെ സീനാകും. പാടം നികത്തിയതിന് അനുമതിയുണ്ടോ എന്ന് ആരായും. പാടത്തിൽ മണ്ണിടാൻ കൊണ്ടുവന്ന ലോറിയും മണ്ണും അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനായി കൊണ്ടുപോകും. അനുമതി ഹാജരാക്കുന്നതുവരെ പാടം നികത്ത് തടഞ്ഞുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് ഓഫീസർ തരും. പിടിച്ചെടുത്ത വാഹനത്തിൻ്റെ താക്കോലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസും ആവശ്യപ്പെടും. സീഷർ മഹസർ എഴുതി പകർപ്പ് ലോറിയുടെ കൈവശക്കാരന് നൽകും. വില്ലേജ് ഓഫീസർ സ്ഥലത്തിൻ്റെ ആധാരം, പട്ടയം തുടങ്ങിയ ഉടമസ്ഥതാ രേഖകൾ ആവശ്യപ്പെടും. വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സ്ഥലത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന് അയക്കും. കൂടാതെ കൃഷി ഓഫീസർ സെക്ഷൻ 7 പ്രകാരം ഒരു വിശദ റിപ്പോർട്ട് തയ്യാറാക്കും. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അല്പ ദിവസത്തിന് ശേഷം കോടതിയിൽ നിന്നും നമുക്ക് ഒരു സമൻസ് കിട്ടും. അതുമായി കോടതിയിൽ ചെല്ലണം. അവിടെ സാക്ഷിക്കൂട്ടിൽ കയറ്റി മൊഴിയെടുക്കും. സംരക്ഷിത പ്രദേശത്തിൽ അനുമതി കൂടാതെ നടത്തിയ പ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങളായിരിക്കും ചോദിക്കുക. പിന്നെ കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ അപ്പോൾ തന്നെ ഉറപ്പാകും. കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ റിമാൻഡ് ചെയ്യും. ജാമ്യക്കാരുണ്ടെങ്കിൽ ജാമ്യത്തിൽ പോകാം, ഇല്ലെങ്കിൽ ജയിലിലേക്ക്. ജാമ്യത്തിൽ പോയാലും ശിക്ഷ ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഇവിടെ സാധാരണഗതിയിലുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനൊന്നും ഇല്ല. കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷ ഉറപ്പാകുന്ന സ്ഥിതിയാണ്. കോടതിയിൽ പോയില്ലെങ്കിലോ അപ്പോൾ വാറണ്ടാകും, പുലിവാലാകും. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചുകൊണ്ട് വീണ്ടും പരിവർത്തനം നടത്തിയാൽ BNS സെക്ഷൻ 223 പ്രകാരം പോലീസ് കേസെടുക്കും. പബ്ലിക് ഓഫീസറുടെ നിർദ്ദേശം വകവയ്ക്കാത്തതിനുള്ള ശിക്ഷയാണ് അവിടെ കിട്ടുക. മറ്റ് നടപടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പിടിച്ചെടുത്ത വാഹനവും മണ്ണും സീഷർ മഹസറിനൊപ്പം ജില്ലാ കളക്ടർക്ക് കൈമാറും. കണ്ടുകെട്ടലും ലേലവും കളക്ടറുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. വാഹനവും മറ്റും ലേലത്തിൽ പോകും. അപ്പോൾ ലോറി ഉടമയ്ക്ക് നഷ്ടം കൊടുത്തില്ലെങ്കിൽ അയാൾ നമുക്കെതിരെ നിയമ നടപടി ആരംഭിക്കും. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനായി ജില്ലാ കളക്ടർ അത് MVDക്ക് കൈമാറും. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് RDO വഴി നേരെ ജില്ലാ കളക്ടർക്ക് പോകും. അവിടെ പാടം പരിവർത്തനം നടത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവ് പ്രകാരം പാടത്തിൻ്റെ ജൈവഘടന പഴയതുപോലെ ആക്കി അത് കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്യണം. ആ രീതിയിൽ പാടം പൂർവ്വസ്ഥിതിയിലാക്കണം. ഇങ്ങനെ പരിവർത്തനപ്പെടുത്തിയ നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കുന്നത് കൈവശക്കാരൻ്റെ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തയാളുടെ ഉത്തരവാദിത്തമായി തീരും. പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ മരാമത്ത് പണി സർക്കാർ നേരിട്ട് നിർവഹിക്കും. അതിന് ചിലവായ തുക പാടം നികത്തിയ ആളിൻ്റെ ബാധ്യതയെ കണക്കാക്കി അദ്ദേഹത്തിൻ്റെ പേരിൽ റവന്യൂ റിക്കവറി ഡിമാൻഡ് നോട്ടീസ് പുറപ്പെടുവിക്കും. തുക അടയ്ക്കാൻ വിസമ്മതിച്ചാൽ വസ്തുവകകൾ ജപ്തി ചെയ്ത് ലേലം ചെയ്തുകൊണ്ട് തുക ഈടാക്കും. സത്വരമായി മരാമത്ത് പണി ചെയ്തില്ലെങ്കിൽ പാടത്തിൻ്റെ ജൈവഘടന എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാടത്തിൻ്റെ സംരക്ഷണ നടപടികൾ സർക്കാർ നേരിട്ട് നിർവഹിക്കുന്നത്. ഇതിനായി ചെലവാകുന്ന തുകയ്ക്ക് ഇപ്പോൾ 150 ലക്ഷം രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇനി പാടങ്ങളുടെ സംരക്ഷണത്തിനായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവഴിക്കേണ്ടി വരില്ല.
ഇത് അഡ്വാൻസായി നൽകുന്ന തുകയാണ് 150 ലക്ഷം. ഈ തുക ഉപയോഗിച്ച് മരാമത്ത് പണികൾ വേഗം പൂർത്തിയാക്കാം. കുറ്റക്കാരനിൽ നിന്ന് തുക ഈടാക്കി വരുമ്പോൾ ആ തുക ഈ സ്ഥിരം ഫണ്ടിൽ വയ്ക്കാം. ഇതിനെ റിവോൾവിംഗ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെറുതെ തട്ടിവിടുന്നതല്ലേ? ഇതിലെന്തെങ്കിലും നിയമപരമായ പിൻബലമുണ്ടോ? ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കേരളത്തിലെ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് മാത്രമായി 12/8/2008 കട്ട് ഓഫ് ഡേറ്റ് വെച്ച് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നു. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നോട്ടിഫൈ ചെയ്ത് സംരക്ഷിക്കുകയാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. തണ്ണീർത്തടങ്ങളുടെ പരിവർത്തനത്തിന് ടോട്ടൽ പ്രൊഹിബിഷനാണ് നിയമത്തിൽ. ഭൂമി ഉള്ളിടത്തോളം കാലം രൂപമാറ്റം വരുത്താൻ പാടില്ല. എന്നാൽ നെൽവയലുകൾക്ക് വളരെ ചെറിയ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. നെൽവയൽ എന്നതിൽ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ മാത്രമല്ല, നെൽകൃഷിക്ക് ഉപയുക്തമായ പാടവും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലെ തോടും ചാലുകളും നീരൊഴുക്ക് കനാലുകളും ബണ്ടുകളും ഏരികളും, ഏരി എന്ന് വെച്ചാൽ മഴക്കാലത്ത് വെള്ളം ശേഖരിക്കുന്ന കുളങ്ങൾ, ത്രഷിംഗ് ഫീൽഡ് എന്ന് വെച്ചാൽ കറ്റ മെതിക്കുന്നതിനുള്ള കളങ്ങളും, അതുപോലെ ഞാറ്റടി, പള്ളിയാൽ, പള്ളിഞ്ഞായൽ എന്നൊക്കെ പറയുന്ന വിത്ത് മുളപ്പിക്കുന്ന യൂണിറ്റും ഒക്കെ നെൽപ്പാടം എന്ന നിർവചനത്തിലാണ് വരുന്നത്. നെൽകൃഷി ചെയ്യാതെ തരിശിട്ടിരുന്നാലും അത് നെൽപ്പാടമാണ്. തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ ജലജീവികളുടെ വാസസ്ഥലം എന്ന അർത്ഥത്തിലാണ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ജലജീവികൾക്ക് വസിക്കാൻ കഴിയുന്ന ജലസാന്നിധ്യമുള്ള സവിശേഷമായ തണ്ണീർത്തടങ്ങൾ. നിയമം പറയുന്നത് ജലാശയങ്ങൾക്കും കരപ്രദേശത്തിനും ഇടയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സവിശേഷ പ്രദേശം എന്നാണ്. ഉദാഹരണമായി ചതുപ്പുകൾ, ചേറ്റുപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ ഒക്കെ വരും. കായൽ വരും, പക്ഷേ നദി, പുഴ ഇവ വരില്ല. അതിന് വേറെ നിയമമാണ്. നെൽവയലും ശരിക്കും നീർത്തടമാണ്. പക്ഷേ അതിനെ ഈ നിയമം നീർത്തടം എന്നല്ല ക്ലാസിഫൈ ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളും ഈ നിയമപ്രകാരം പ്രൊട്ടക്റ്റഡ് ആണോ? അല്ല. ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് സർക്കാർ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായ സ്കെച്ചും അതിർത്തി ലൈനുകളും ഉണ്ട്. ഇതിൻ്റെ വിവരം കൃഷി ഓഫീസിലും റവന്യൂ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും പൊതുജനങ്ങളുടെ പരിശോധനയ്ക്കായി വച്ചിട്ടുണ്ട്. ആവശ്യമായ ഭാഗങ്ങൾ പകർപ്പെടുക്കാം. ഇതിനെ ഡേറ്റാ ബാങ്ക് എന്നാണ് പറയുന്നത്. ഇപ്രകാരം ഗസറ്റ് വഴി നോട്ടിഫൈ ചെയ്ത് സംരക്ഷിക്കുന്ന സംരക്ഷിത പ്രദേശത്ത് നടത്തുന്ന അനധികൃത പരിവർത്തനമാണ് കുറ്റമായി തീരുന്നത്. തണ്ണീർത്തടമാണെങ്കിൽ സെക്ഷൻ 11 പ്രകാരമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നെൽപ്പാടമാണെങ്കിൽ സെക്ഷൻ 3 പ്രകാരമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിലക്ക് ലംഘിച്ചാലുള്ള ശിക്ഷ പറയുന്നത് സെക്ഷൻ 23 അവിടെ പറയുന്നത് പരിവർത്തനത്തിൻ്റെ ഗ്രാവിറ്റി കണക്കിലെടുത്ത് 6 മാസത്തിൽ കുറയാതെയും 3 വർഷത്തിൽ കവിയാതെയും ഒരു തടവ് ശിക്ഷ നൽകണമെന്നാണ്. ഇതിനാണ് ക്രിമിനൽ കോടതിയിലേക്ക് വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് നൽകുന്നത്. ഇവിടെ പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല. കുറ്റം തീർച്ചപ്പെടുത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ സെക്ഷൻ 12 പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥരെയാണ് ഓതറൈസ്ഡ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 223(1)(a) പ്രകാരമാണ് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ കോടതി സമ്മറിയായി നടപടി പൂർത്തിയാക്കി ശിക്ഷ തീരുമാനിക്കും. ശിക്ഷ കൂടാതെ അവിടെ ഒരു ഫൈനും വരും. 50,000 രൂപയിൽ കുറയാതെ 1 ലക്ഷം രൂപ വരെയാണ് ഫൈൻ അടിക്കുന്നത്. അത് സെക്ഷൻ 23 ഫൈനാണ്. അതിന് കളക്ടർ ഈടാക്കുന്ന ഫൈനുമായി യാതൊരു ബന്ധവുമില്ല. അത് വേറെ ഫൈനാണ്. വാഹനം, മണ്ണ് ഇവ പിടിച്ചെടുക്കുന്ന നടപടി നോക്കാം. ഇത് സെക്ഷൻ 19 പ്രകാരമാണ് സ്വീകരിക്കുന്നത്. ഇത് റവന്യൂ ഉദ്യോഗസ്ഥർക്കും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പിടിച്ചെടുക്കാം. BNSSലെ സെർച്ച് ആൻഡ് സീഷർ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പിടിച്ചെടുക്കുന്നത്. വാഹനമോ യന്ത്രോപകരണങ്ങളോ ആണ് പിടിച്ചെടുക്കുന്നത്. ആര് പിടിച്ചെടുത്താലും അത് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം. അത്തരം റിപ്പോർട്ട് കിട്ടിയാൽ വാഹനത്തിൻ്റെ കൈവശക്കാരന് നോട്ടീസ് നൽകും. നോട്ടീസ് പ്രകാരം കൈവശക്കാരന് പറയാനുള്ളത് പറയാം. അത് കേട്ട് ജില്ലാ കളക്ടർ വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. പിടിച്ചെടുത്ത വാഹനത്തിൻ്റെ 1.5 മടങ്ങ് വിലയടയ്ക്കാൻ തയ്യാറായാൽ പിടിച്ചെടുത്ത വസ്തുവകൾ വിട്ടുകിട്ടും. 1.5 മടങ്ങ് വില. പിടിച്ചെടുത്ത മണ്ണ്, മണൽ, ഇഷ്ടിക, ക്ലേ ഇവ വിട്ടു നൽകാറില്ല. അത് മറ്റു രീതിയിൽ ലേലം ചെയ്ത് വിൽക്കുന്നു.
ജില്ലാ കളക്ടറുടെ ഈ കണ്ടുകെട്ടൽ നടപടിയിൽ അപ്പീലുണ്ടെങ്കിൽ ജില്ലയിലെ സെഷൻസ് കോടതിയെ സമീപിക്കാവുന്നതാണ്. സിവിൽ നടപടികളൊന്നും നിലനിൽക്കുകയില്ല. ഈ കണ്ടുകെട്ടൽ ഒരു ശിക്ഷയല്ലെന്നാണ് സെക്ഷൻ 22-ൽ പറയുന്നത്. ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ മാത്രമാണ്. ജയിൽ ശിക്ഷയാണ് ശിക്ഷ. അതുപോലെ സെക്ഷൻ 13-ൽ പറയുന്ന റിക്ലമേഷൻ നടപടികളും ശിക്ഷയല്ല. അവിടെയും ഒരു നോട്ടീസ് കിട്ടും. റിക്ലമേഷനെ കുറിച്ച് പറയാനുള്ളത് കേൾക്കുന്നതിന് ജില്ലാ കളക്ടർ തന്നെയാണ് സെക്ഷൻ 13 നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഈ നടപടി നടത്തുന്നത്. ഈ നടപടി റിക്ലമേഷനിലും റിക്കവറിയിലുമാണ് അവസാനിക്കുന്നത്. റിക്ലമേഷൻ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ഭൂമിയുടെ ജൈവഘടന പുനഃസ്ഥാപിക്കുന്ന മരാമത്ത് പണി. ഈ പണിക്കാണ് 150 ലക്ഷം ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. ഇത് പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കും. അതിനുശേഷം കൈവശക്കാരിൽ നിന്നും ഈടാക്കിയെടുക്കും. ഇപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന നടപടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വാഹനവും മറ്റു വസ്തുവകകളും കണ്ടുകെട്ടൽ. 2. വാഹനം വീണ്ടെടുക്കുന്നുവെങ്കിൽ 1.5 മടങ്ങ് ഫൈൻ. 3. ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ. 4. ക്രിമിനൽ കേസിൽ 2 ലക്ഷം വരാവുന്ന ഫൈൻ. 5. റിക്ലമേഷനുള്ള തുക വസൂലാക്കൽ, ജപ്തി, ലേലം. 6. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചാലുള്ള ക്രിമിനൽ കേസ്. BNS 223. ഇത് BNSS സെക്ഷൻ 223-ക്ക് പുറമെയാണ് വരിക. രണ്ടും 223 നടപടിയാണ്. 7. നടപടി തടസ്സപ്പെടുത്തിയാൽ BNS സെക്ഷൻ 221 പ്രകാരമുള്ള ക്രിമിനൽ നടപടി. ഇതെല്ലാം പ്രത്യേകം നടപടികളാണ്. ഒറ്റ പാക്കേജായി വരുമെന്ന് മാത്രം. അനുഭവിക്കാൻ നമ്മൾ ഒരാൾ മാത്രം. അതാണ് ജാഗ്രത വേണമെന്ന് പറഞ്ഞത്. ഇതെല്ലാം വരുന്നത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിക്കാണ്. സെക്ഷൻ 27A സബ് ക്ലോസ് 2 പ്രകാരം ജലപോഷണത്തിനായി മാറ്റിവെച്ച ഭൂമിയിൽ ഈ നിയമ നടപടികൾ വരുമോ എന്ന് ചോദിച്ചാൽ ആ സ്ഥലം ഡേറ്റാ ബാങ്കിൽ സപ്ലിമെൻ്ററിയായി ചേർത്തിട്ടുണ്ടെങ്കിൽ നടപടികൾ നേരിടേണ്ടി വരും. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. താങ്ക് യു.